ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചമുളകിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വാങ്ങിക്കാൻ കിട്ടുന്ന പച്ചമുളകിലധികവും രാസകീടനാശിനികളുടെയും രാസവളങ്ങളുടെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളതാണ്. എല്ലാം എന്നല്ല, കുറേയൊക്കെയെങ്കിലും. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് കിട്ടാൻ ഒരു 2-3 കൂടിപ്പോയാൽ 4 പച്ചമുളക് ചെടികളുടെ ആവശ്യമേ ഉള്ളൂ. ഈ പച്ചമുളക് ചെടികൾ പാകി കിളിപ്പിക്കുന്നതിൻ്റെയും മാറ്റി നടുന്നതിൻ്റെയും വളമിടുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദമായ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ മാറ്റി നട്ട് ചുവട് പിടിച്ച് തുടങ്ങിയ ഒരു മുളകാണേ. അന്നേരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ടാണ്. പിന്നെ നമുക്കിപ്പോൾ മഴയും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൂമ്പ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ആയുധങ്ങൾ കൊണ്ട് ഇതുപോലെ മണ്ണ് ചുവട്ടിലേക്ക് അടുപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഏതെങ്കിലും ഒരു ജൈവവളം മതി. ഇതിപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണേ. അപ്പം ഞാൻ ചുവട്ടിലോട്ട് നല്ലതുപോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇപ്പം മണ്ണുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇപ്പം നിലത്തൊക്കെ നട്ടുപിടിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണിനെ വെട്ടിക്കൂട്ടാം. ഇതങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഈ വളവിട്ടതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ മണ്ണിനെ ഇട്ട് മൂടിക്കൊടുക്കും. ചെടിയുടെ മുകളിലോട്ട് വീഴാതെ നമ്മൾ നോക്കിക്കോണേ. ഇതുപോലെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് നീക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവരിവിടെ നിന്ന് ആരോഗ്യത്തോടെ വളർന്നോളും. ഇത് ഞാൻ അതുപോലെ വളർത്തിയെടുത്തിരിക്കുന്നൊരു മുളകാണേ. നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൻ്റെ മുളക് പിടിച്ചിരിക്കുന്നത്? ഈ സൈസിലുള്ള മുളകിൻ്റെ വിത്തുകളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ വീഡിയോയിലൊരു വാട്സാപ്പ് നമ്പർ തരും, അതിൽ കൂടെ മെസ്സേജ് ചെയ്യാം. പക്ഷേ മെസ്സേജ് തരുമ്പോഴേ നമ്മളിപ്പം മെസ്സേജ് ഇട്ടിട്ടും നിങ്ങൾ കാണുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. നമ്മൾ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന മെസ്സേജിന് ആദ്യം സെൻഡ് ചെയ്യുകയും അവരെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ ഓർഡർ അനുസരിച്ച് കയറി വരുന്നത് കൊണ്ടാണ്, അല്ലാതെ കാണാത്തത് കൊണ്ടല്ല നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിത് ഇതൊന്ന് വിളവെടുക്കാം. ഇങ്ങനെ നമ്മൾ മുളകുണ്ടായി നിൽക്കുമ്പം വിളവെടുക്കുകയാണെങ്കിൽ വിളവെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ വളവും ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതെല്ലാം പറിച്ച് തീർത്തതിന് ശേഷം കാണിക്കാം. അപ്പം നമുക്കിത് ഇത്രയും മുളക് ഈ ഒരു ചെടിയിൽ നിന്ന് കിട്ടി. ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരാഴ്ചത്തേക്കിനുള്ള മുളകാവും. ഇത് കണ്ടോ, ഇത് നിറയെ പൂത്ത കായ്ച്ച തുടങ്ങിയിട്ടുള്ള ഒരു ബുള്ളറ്റ് മുളകിൻ്റെ ചെടിയാണേ. കണ്ടോ, ഇഷ്ടംപോലെ മുളക് ഉണ്ടാകുകയും ചെയ്യും. നല്ലൊരു മുളകാണ് ബുള്ളറ്റ് മുളക്. നമുക്കിപ്പം ബുള്ളറ്റ് മുളകിൻ്റെ വിത്തുകൾ അവൈലബിൾ ആണേ. അപ്പം ഞാൻ ഈ ചെടിക്ക് ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് സ്യൂഡോമോണാസ് ആണ്. അപ്പം ഞാൻ ചെടിയുടെ ചുവട്ടിലേക്ക് കുറച്ച് സ്യൂഡോമോണാസ് ഇട്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ കലക്കി ഒഴിക്കുവാണെങ്കിൽ നമ്മുടെ അളവ് പറയുന്നത് 20 ഗ്രാം 1 ലിറ്ററിലെന്നാണ്. അപ്പം ഞാനിത് നേരിട്ട് കുറച്ച് സ്യൂഡോമോണാസ് ഇട്ട് കൊടുത്തു. കാരണം മുളക്, തക്കാളി, വഴുതന പോലെയുള്ളവരെ പെട്ടെന്ന് ബാധിക്കുന്നതാണ് വാട്ടരോഗം. ഇതേപോലെ കായ്ച്ചു തുടങ്ങിയ ചെടികൾക്ക് അങ്ങനെ വാട്ടരോഗം വന്നാൽ നമ്മൾ എങ്ങനെ സഹിക്കും? അപ്പം ഞാൻ ആദ്യം തന്നെ ഇതുപോലെ സ്യൂഡോമോണാസ് ഇട്ട് കൊടുത്തു. സ്യൂഡോമോണാസ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിൽ 2 പ്രാവശ്യം സ്യൂഡോമോണാസ് ശരിക്കും പറഞ്ഞാൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പം ഞാൻ ഇതേപോലെ സ്യൂഡോമോണാസ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെയ്യുന്നത്, ഇത് നമ്മൾ കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ജൈവ സ്ലറിയാണേ. അപ്പം ഞാൻ ജൈവ സ്ലറിയിൽ കുറച്ച് ഇതൊരു 1/2 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിക്കുവാണേ. അപ്പോൾ ഇരട്ടിയോ അതിനധികമോ 5 ഇരട്ടി വരെ നേർപ്പിച്ചാണ് നമ്മളിത് ചെടികൾക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഇത് ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് മണ്ണും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കും. ഇതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുവാണേ. മണ്ണിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഓർത്തോണേ, ഇപ്പം വെയിലും ചൂടും ഒക്കെ ഉള്ള സമയം വരാൻ പോകുവാണ്. നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഉറപ്പായും മൾച്ചിങ്ങും കൂടെ ചെയ്തു കൊടുക്കണം. ഞാനിപ്പോൾ ഉണങ്ങിയ ഇലകൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടില്ല. ഉണങ്ങിയ ഇലകൾ തന്നെ വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലും പച്ചിലകളുടെ ചവറൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ മൾച്ചിങ് നിർബന്ധമാണ്. ഈ മുളക് കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ നമ്മളിന്ന് കുലുക്കിയാൽ മതി. ഇലകളും അതുപോലെ ഈ കായ്കളും എല്ലാം പൊഴിയുകയും ചെയ്യുന്നുണ്ട്. ഈ കായ്കളുടെ കണ്ടോ, ഇതുപോലെ ചുവട് വശം ഇങ്ങനെ ഒരു ഫംഗസ് പിടിച്ചതുപോലെ വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്, ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു കിടക്കുന്നുണ്ടോ, ഇവിടെ വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ചുവട് ഇളക്കിയിട്ട് ഏതെങ്കിലും ജൈവവളം, അത് മണ്ണിര കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റോ ആട്ടിൻ വളമോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചുവട് വകഞ്ഞതിന് ശേഷം, ഇത് ചാണകപ്പൊടിയാണേ, കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ചുവട്ടിൽ മണ്ണുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കാം. ഏത് വളം ഇടുമ്പോഴും നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ മുട്ടരുത് കേട്ടോ. തണ്ടയിലോട്ട് മുട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ മണ്ണിട്ടങ്ങ് മൂടിക്കോളും. ഇനി ഇതിൻ്റെ മുകളിൽ പുതയിട്ട് കൊടുക്കാൻ മറന്നു പോകരുതേ. ഇനി ഇതുപോലെ ഇലകളും കായ്കളും കൊഴിഞ്ഞു പോകുന്നതിന് ഞാനൊരു കിടിലൻ സൂത്രം പറഞ്ഞു തരാവേ. ഇത് ദേ കുറച്ച് ചാരമാണേ. ഒരു 2 പിടി ചാരം കണ്ടോ, ഇത്രയും മാത്രം ചാരം ഇട്ടു. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ എപ്സം സോൾട്ടാണ്. ഇത് നമ്മുടെ ടെറസിൽ ഇങ്ങനെ വെക്കുന്നത് കാരണം വെള്ളമൊക്കെ വീണ് അലിഞ്ഞിട്ടിരിക്കുവാണ്. നിങ്ങളൊരു 1/2 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനത് ഈ ചാരത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിത് ഒരു 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത് ചെടിയുടെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം ചെടിയുടെ തണ്ടയിൽ മുട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം സാധാരണഗതിയിലാണെങ്കിൽ ഇതുകൊണ്ട് തന്നെ ഈ മുളകിൻ്റെ കൊഴിയലും ഇലകളുടെ കൊഴിയലും മാറാനുള്ളതേ ഉള്ളൂ. ഇനി എങ്ങാനും മാറിയില്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നമുക്കിതേ ഈ പച്ചമുളക് ചെടിയിൽ കുറച്ച് പച്ചമുളകുണ്ടേ. അപ്പം നമുക്കതൊന്ന് വിളവെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ വിളവെടുത്തതിന് ശേഷം കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ ഇതിലെ മുളക്? നല്ല നീളമുള്ള ഇനം മുളകുകളാണ്. അപ്പം ഞാൻ ഈ മുളകൊന്ന് അപ്പം അത്യാവശ്യം എനിക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ മുളക് തീർന്നു. കാണുന്നുണ്ടോ മുളക്? ഈ ഓരോ ചെറിയ കമ്പയിൽ ഇതേപോലെ മുളക് നമുക്ക് പിടിക്കും. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ട വളങ്ങൾ ഏതെന്നൊക്കെയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ചില്ലി ജാസ്മിൻ അടിച്ചിട്ട് മുളകെന്ന് വീഡിയോ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. അതിനകത്തുനിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമാണേ, ദേ ഇന്ന് വന്നിരിക്കുന്ന ഒരു വിത്താണേ ഷമാമിൻ്റേത്. ആവശ്യമുള്ളവർ ഏറ്റവും പെട്ടെന്ന് മെസ്സേജ് ഇട്ടോണം. ഇത് ഷമാം മാത്രമല്ല, ദേ കറുത്ത കാന്താരി കണ്ടോ, റോയൽ ബ്ലാക്ക് ഇനത്തിൽപ്പെട്ട കാന്താരിയാണ്. അതുപോലെ പച്ച കാന്താരിയുടെയും വിത്ത് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളൊരു മെസ്സേജ് ഇടണം. അപ്പം മെസ്സേജ് ഇട്ടാൽ ഉടനെ തന്നെ നമ്മൾ വിളിച്ചില്ലെങ്കിലും ഒന്നും പേടിക്കേണ്ട, ക്രമം അനുസരിച്ച് വരും. ആദ്യം മെസ്സേജ് ഇട്ടവർക്കാണ് നമ്മൾ ആദ്യമേ അയക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. നമ്മുടെ ലിസ്റ്റിലുണ്ടായിരിക്കും, ഒന്നും പേടിക്കേണ്ട, അത് വരികയും ചെയ്യും. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, വിത്തുകൾ ആവശ്യമുള്ളവർ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുറകേക്ക് പോകും കേട്ടോ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം മെസ്സേജ് എടുക്കുക, വീണ്ടും വേണമെങ്കിൽ ഞങ്ങൾ മെസ്സേജിൻ്റെ സമയത്ത് മെസ്സേജ് ഓർഡർ അനുസരിച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പോൾ എന്തെങ്കിലും വിത്തുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ അപ്പം നമ്മളോട് നേരിട്ട് പറഞ്ഞാൽ മതി, അതായിരിക്കും സൗകര്യം. ഇത് കണ്ടോ, നമ്മുടെ കോളിഫ്ലവർ കണ്ടോ ഉണ്ടായി നിൽക്കുവാണ്. ഇതങ്ങ് കണ്ടമാനം മൂത്ത് പോകാതെ നമുക്കിപ്പം തന്നെ വിളവെടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ഈ തണ്ട് വെച്ചിട്ട് മുറിച്ചെടുക്കുവാണേ. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ളൊരു കോളിഫ്ലവർ. ഈ കോളിഫ്ലവറിൻ്റെ വിത്തുകൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. ഇതിനെ നമ്മൾ പാകി മുളപ്പിച്ച് പറിച്ച് നടാറാകണമെങ്കിൽ മിനിമം 1 മാസം വേണം. അതിനുശേഷം നമ്മൾ നട്ട് വളർത്തി തുടങ്ങുമ്പോഴത്തേക്കിന് ചൂടും വെയിലും ഒക്കെ കണ്ടമാനമാകും. അപ്പോൾ അടുത്ത വർഷത്തെ ഞാൻ സമയത്ത് തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണേ. ഇതേപോലൊരു 3-4 ചൂടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക നിൽക്കുന്ന കണ്ടോ. ഇതിപ്പോൾ ചിലതിലൊക്കെ മൂത്ത് പോയിട്ടുണ്ട്, കാരണം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയിരുന്നതാണ്. എനിക്ക് വിത്തെടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ വിത്ത് തന്നെ ആവശ്യമായിട്ടുള്ളവർ നേരിട്ട് വേണം, നമ്മുടേത് തന്നെ എന്ന് പറയുന്നവർക്ക് അങ്ങനെയും അയച്ചു തരാം. അല്ലെങ്കിൽ തന്നെ ഇത് ഇപ്പോൾ ഒരുമിച്ച് പറിക്കുവാണെങ്കിൽ ഒരു 10-12 വെണ്ടയ്ക്ക നമുക്ക് പറിക്കാനുണ്ട്. ഇതുപോലെ ഒരു 4-5 ചൂട് വെണ്ട നിങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് വെണ്ടയ്ക്ക കിട്ടും. ഈ ആനക്കൊമ്പൻ വെണ്ടയാണെങ്കിൽ നല്ല വലിപ്പവുമുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയും ചുവന്ന വെണ്ടയും പച്ച ചെറിയ വെണ്ടയും സാധാരണ വെണ്ടയും നമുക്കിപ്പം അവൈലബിൾ ആണ്. പിന്നെ ദേ ഇവിടെ നോക്കിയാൽ ഇതുപോലെ ഉണ്ടോ പാവയ്ക്ക. ഇത് ഇച്ചിരി ഉരുളിമയുള്ള പാവയ്ക്കയാണ്. ഇതുപോലെ ഉരുളിമയുള്ളതും അതുപോലെ വെളുത്തിട്ട് നീളമുള്ള പാവയ്ക്കയും ഒക്കെ വിത്തുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ഇന്ന് തന്നെ മെസ്സേജ് ഇട്ടാൽ മതി. ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. ഓർഡർ അനുസരിച്ച് നമ്മൾ നിങ്ങളെ വീണ്ടും കോൺടാക്റ്റ് ചെയ്യും. ഇത് നമ്മുടെ പീച്ചിലാണേ. ദേ ഒട്ടും വിളവായിട്ടില്ലാണ്ട് ഞാൻ ഞെക്കുമ്പോൾ നിങ്ങൾക്കത് കാണാമോ? കണ്ടോ, ഞെക്ക് കൊള്ളുന്ന കണ്ടോ. അപ്പോൾ ഇതേപോലെ വലിപ്പം വെക്കുന്ന പീച്ചിലിൻ്റെ വിത്തുകളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒട്ടും താമസിക്കാതെ പീച്ചിൽ വേണ്ടവർ മെസ്സേജ് ഇട്ടേക്കണേ. അപ്പോൾ നമുക്കിതേ ഇവിടെ കിടക്കുന്ന
പാവയ്ക്കയും കൂടെ വിളവെടുക്കാം. പാവയ്ക്കയ്ക്ക് കായ്ച്ച കുത്താതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്ക ഉണ്ടാകുമ്പോഴേ തന്നെ നമ്മൾ കൂടിടണം. അതുപോലെ കായ്ച്ചകളുടെ അധികമായിട്ടുള്ള ശല്യം ഇല്ലാതാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള കായ്ച്ചക്കണിയും സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന കായ്ച്ചക്കണി കണ്ടോ, ഇതേപോലത്തെ കായ്ച്ചക്കണികൾ നമുക്ക് വാങ്ങിച്ചിടാൻ പറ്റും. ഇത്രയും പാവയ്ക്ക കൂടെ കിട്ടിയിട്ടുണ്ടേ. ഇന്ന് നമ്മൾ വിളവെടുത്തിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ്. മഴയാണ്, മഴക്കാലമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടും. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസത്തെ കൃഷി, ഡിസംബർ മാസത്തെ കൃഷി ഇട്ടപ്പോഴും നവംബർ മാസത്തെ കൃഷി ഇട്ടപ്പോഴും നമ്മുടെ കൂട്ടുകാരധികം പേരാരും തന്നെ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവർ ഇതേപോലെ എൻ്റെ ഒപ്പം കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ വിളവെടുക്കാനായിട്ട് അവർക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട്, ചേച്ചി ഇതുപോലെ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളിത് ഓർത്തോർത്ത് കൃഷി ചെയ്യുന്നത്, അതാത് മാസങ്ങളിൽ പറ്റിയ വിളകൾ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോ കാണുന്നവർ ഇനിയുള്ള എൻ്റെ എല്ലാ മാസങ്ങളിലും ഞാൻ നിങ്ങളെ കൃഷി ഓർമ്മിപ്പിക്കും. അപ്പോൾ അത് കാണുകയും കൃഷി ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.